മൺചട്ടി മയക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. മൺചട്ടിക്ക് നമുക്ക് മണ്ണിൻ്റെ കളറ് പോവാതെ എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മൾ മൺചട്ടി വാങ്ങുമ്പോൾ നല്ല കനമുള്ള ചട്ടി നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങണം കേട്ടോ. എന്നാലാണ് നമുക്ക് ചട്ടി കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ നല്ല കനമുള്ള ഒരു ചട്ടിയാണ് മയക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ചട്ടി മയക്കാൻ വേണ്ടി ഇതാ കുറച്ച് വെണ്ണീർ എടുത്തിട്ടുണ്ട്. വെണ്ണീറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചട്ടിയുടെ മീതെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. ഉൾഭാഗത്ത് വേണ്ട, പുറഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇത്തിരി കനത്തിൽ തന്നെ നമ്മൾക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മൺചട്ടി നമുക്ക് പല രീതിയിലും മയക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി നമുക്ക് കരിയില കൂട്ടിയിട്ടിട്ട് അതിലിട്ട് നന്നായിട്ട് കത്തിച്ചെടുക്കുക. അതേ രീതിയിൽ നമ്മൾ ചട്ടി മയക്കിയെടുക്കുകയാണ്. ചട്ടിക്ക് നല്ല ഉറപ്പുണ്ടാവും, ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ചട്ടി നമുക്ക് മണ്ണിൻ്റെ കളറ് പോവാതെ ഇതേ കളറിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ മയക്കിയെടുക്കുന്നത്. അലൂമിനിയ പാത്രങ്ങളൊക്കെ കരി പിടിക്കാതിരിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ ഇതേപോലെ വെണ്ണീർ തേച്ച് കൊടുത്തിട്ടാണ് അടുപ്പിൻ്റെ മീതെ വെച്ചിരുന്നത്. നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗമ്മലാണ് ഉപയോഗിക്കുന്നത്. എന്നാലും നമ്മൾ ഇതേ രീതിയിലാണ്, കുറച്ച് കരിയൊക്കെ പിടിക്കുമല്ലോ, അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചട്ടി മയക്കിയെടുക്കുന്നത്. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയോട് കൂടി ചട്ടി ഉണ്ടായിരിക്കും, കരിയൊന്നും പിടിക്കാതെ. അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ചട്ടിൻ്റെ മീതെ ഞാൻ വെണ്ണീറൊക്കെ തേച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മയക്കിയെടുക്കാം. അപ്പോൾ അടുപ്പുള്ളവർക്ക് അടുപ്പിൻ്റെ മീതെ വെച്ചിട്ട് മയക്കിയെടുക്കാം. ഇവിടെ അടുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റവിൻ്റെ മീതെ വെച്ചിട്ട് തന്നെയാണ് മയക്കിയെടുക്കുന്നത്. അടുപ്പിൽ വെച്ച് കത്തിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ മീതെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ഇതേപോലെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് മയക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇതാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ നന്നായിട്ട് തിളച്ച് വറ്റുന്ന വരെ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം തിളച്ച് വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇത് വെച്ച് കൊടുത്തു. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ ചട്ടി മയക്കിയെടുത്തത്. ഒരു പ്രാവശ്യം വെള്ളം വെച്ചു, എന്നിട്ട് ഇതൊരുവിധം പകുതി ഭാഗത്തിൽ അധികം ഇത് വറ്റിപ്പോയിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് വീണ്ടും ഇതേപോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം ചട്ടി നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം വെക്കുമ്പോൾ ഈ പാത്രം നിറച്ച് വെള്ളം തന്നെ വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഈ കഞ്ഞിവെള്ളം എത്തണ്ടേ. നമ്മളൊരു പ്രാവശ്യം കഞ്ഞിവെള്ളം ഒഴിച്ചു ഇത് നന്നായിട്ട് തിളച്ച് വറ്റിയതിന് ശേഷം, തണുത്തതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ഇതേപോലെ കഞ്ഞിവെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തേച്ചിട്ടുള്ള ഈ വെണ്ണീർ വീണ്ടും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് ആദ്യം നമ്മൾ തേച്ച് കൊടുത്തത് മാത്രം തന്നെ ഉള്ളൂ. തിളച്ച് വറ്റിയതിന് ശേഷം നമ്മളിത് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ചട്ടി കഴുകിയെടുക്കുന്നത്. അപ്പം ഞാനിതാ 3 പ്രാവശ്യം ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു, വറ്റിച്ചു. അങ്ങനെയാണ് ഈ ചട്ടി ഇതേ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ ചട്ടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ചകിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ചകിരി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം. കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പോകും. ഇതിൻ്റെ മീതെ കഞ്ഞിവെള്ളം ഒട്ടിപ്പിടിച്ചതൊക്കെ പോയി കിട്ടും. ഞാൻ കഞ്ഞിവെള്ളം വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് കഞ്ഞിവെള്ളം ഒന്ന് അടിയിൽ പിടിച്ചു. അതാണ് ഒരു കറുപ്പ് കളറ് വരാൻ കാരണം. അത് നമുക്ക് കുറേ കഴുകി വൃത്തിയാക്കിയാൽ പോയി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളം ഇങ്ങനെ കട്ടിയായിട്ട് ഇതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. സ്റ്റവിൻ്റെ മീതെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഫ്ലെയിം നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് സിമ്മിലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് കുറേ നേരം അവിടെ കിടന്നിട്ട് അത് വെറ്റിക്കോളും. അടുപ്പിൻ്റെ മീതെയാണ് നമ്മൾ ചെയ്യുന്നത് യാതൊരു പ്രശ്നമില്ല. നമുക്കതിൻ്റെ മീതെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ മെല്ലെ അത് കത്തി ഇതേപോലെ തിളച്ചിട്ട് വെറ്റിക്കോളും. പിന്നെ പിറ്റത്തെ ദിവസം അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അടുപ്പൊഴിവുള്ള സമയത്ത് അടുപ്പിൻ്റെ മീതെ വെച്ച് കൊടുത്താൽ മതി. നമ്മളിവിടെ അടുപ്പില്ലാത്തത് കൊണ്ടാണ് സ്റ്റവിൻ്റെ മീതെ വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്യുന്നത്.
ചട്ടി നല്ല രീതിയിൽ തന്നെ നമുക്ക് മയക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല കളറ്, നടുവിൽ മാത്രമാണ് ഇത്തിരി കറുപ്പ് കളറ് വന്നിട്ടുള്ളത്. അത് മെല്ലെ മെല്ലെ പോയി കിട്ടും നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ. എന്തായാലും നല്ല കളറോട് കൂടിയിട്ട് ഈ ചട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ നമ്മൾ മയക്കിയെടുത്തത്. ഇനി ഈ ചട്ടിയിലെ വെള്ളമൊക്കെ തുടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കണം. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും നല്ല പോലെ എത്തിച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഈ ചട്ടി നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുള്ളൂ. പെട്ടെന്നൊന്നും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചട്ടിക്ക് നല്ലൊരു മിനുസം കിട്ടും. നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഈ ചട്ടി ഉപയോഗിക്കും. അതിനാണ് നമ്മൾ ഇതേ രീതിയിൽ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ എണ്ണ എല്ലാം ഉണങ്ങിപ്പോവും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതേപോലെ എണ്ണ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്ക് ഇതേ രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് നമുക്ക് ഒരുപാട് കാലം ഇതുപോലെ ഈ ചട്ടി ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിലും നമ്മൾ ചട്ടി വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറേ കാലമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയുള്ള ചട്ടിയായി തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും വാങ്ങിയത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ചട്ടികളൊന്നും അത്ര പെട്ടെന്ന് എൻ്റെ നിന്ന് പൊട്ടിപ്പോവാറില്ല. ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അവിടെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചട്ടി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം ചട്ടി നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം ഇതേപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചട്ടിയുടെ കൂടെ തന്നെ ഞാൻ വാങ്ങിയ മറ്റൊരു ചട്ടിയാണിത്. ഇതിൽ കലത്തപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചട്ടി ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ ചട്ടി ഞാൻ ഇപ്പോൾ മയക്കി എടുക്കണമെന്നില്ല, സമയമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇത് അവിടെ വെച്ചിരിക്കുകയാണ്. മൺചട്ടി എങ്ങനെയാണ് നല്ല കളറോട് കൂടി മണ്ണിൻ്റെ കളറ് പോവാതെ മയക്കിയെടുക്കുകയെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരുവിധ ആൾക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ പറയുന്നത്. ഞാൻ കരിയിലൊക്കെ നിറച്ചിട്ട് ചുട്ടെടുത്ത ചട്ടിയാണ് ഈ കറുപ്പ് കളറിലുള്ളത്. ഇതേ രീതിയിൽ നമ്മൾ ചട്ടി മയക്കിയാൽ നല്ല സ്ട്രോങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മയക്കിയെടുത്തത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.